ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ SITയുടെ സുപ്രധാനമായ നീക്കം. ഇന്ന് PS പ്രശാന്തിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ മുൻ ബോർഡംഗം അജികുമാർ ഇപ്പോൾ SIT കസ്റ്റഡിയിലാണ്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ്. കൊല്ലം പോലീസ് ക്ലബിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇരുവരെയും ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ള സുപ്രധാനമായ വിവരം വരുന്നു. CPM നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ PS പ്രശാന്തിനെ തള്ളിപ്പറയുകയാണ്. അതായത് PS പ്രശാന്ത് എന്താണ് ഇന്ന് പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം വരുന്നു. എന്നാൽ CPM നൈസായി തടിതപ്പുകയാണ് ഈ വിഷയത്തിൽ. നമുക്ക് എന്താണ് അന്നും ഇന്നും PS പ്രശാന്ത് പറഞ്ഞത് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുമെന്നായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിന്റെ അന്നത്തെ പ്രതികരണം. എന്നാൽ ഇന്ന് അറസ്റ്റിലാകുന്ന സമയത്ത് പ്രശാന്ത് ആരോപിക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിന്റെ അന്നത്തെയും ഇന്നത്തെയും വാക്കുകളിലേക്ക്. അയാൾ ആദ്യമായി ചില മാധ്യമങ്ങളിൽ കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞത് എന്താ, ഇത് വ്യാജമായ ആരോപണമാണ്, ഇങ്ങനൊരു സാധനം അവിടെ ഇല്ല. ഇവിടെ ഈ ഭഗവാന്റെ ഒരു തരി പൊന്നായാലും സ്വർണ്ണമായാലും കട്ടുകൊണ്ടുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും കാഴ്ചപ്പാട്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. അതായത് 2019 ഇതിൽ ഡയറക്ടറായ ബന്ധമുള്ള ആളുകളെ പോലും പ്രസിഡന്റുമാരെ ഉദ്യോഗസ്ഥന്മാരെ പോലും വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൽ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇവർ ചോദ്യം ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ അത് അറസ്റ്റിലേക്ക് പോകുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉറപ്പായിട്ടും ഉണ്ടല്ലോ, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. നിലവിൽ നേരത്തെ തന്നെ മറ്റു ആരെയും അറസ്റ്റ് ചെയ്യാതെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത് കൂടുതലായിട്ടാണ്. ആദ്യമായിട്ട് ബാക്കിയുള്ളവരെല്ലാം അവർ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യില്ല. ഇതിപ്പോ നമ്മൾ വിളിച്ചു വരുത്തിയാൽ പോകുമായിരുന്നല്ലോ, പിടികിട്ടിയ പുള്ളിയൊന്നും അല്ലല്ലോ, രാജ്യദ്രോഹി അല്ലല്ലോ. അപ്പൊ പിന്നെ ഒരു വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ? നിയമപരമായിട്ട് മുന്നോട്ട് പോകും. പിന്നല്ലാതെ പ്രശാന്ത് പറഞ്ഞതുപോലെ ഉപ്പു തിന്നവനാണെങ്കിൽ വെള്ളം കുടിക്കണം, അതിനൊപ്പമാണ് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ PS പ്രശാന്ത് അവിടെ വെള്ളം കുടിക്കുകയാണ് എന്നുള്ളതാണ് കൊല്ലം പോലീസ് ക്ലബിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. അന്ന് അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇതൊക്കെ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ കാലത്തുണ്ടായിരുന്നതല്ലേ, ഞാൻ ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ലേ എന്നൊക്കെ. പക്ഷേ പിന്നീടും ഇതൊക്കെ തന്നെയാണ് ആവർത്തിച്ചത് എന്നതാണ് SITയും ചൂണ്ടിക്കാട്ടുന്നത്. അത് തന്നെയാണ് ഇന്ന് അറസ്റ്റ് നടപടികളിലേക്ക് അടക്കം കടക്കാൻ കാരണമായത്. എന്തായാലും പ്രതികരണങ്ങൾ അവസാനിക്കുന്നില്ല. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ തള്ളുകയാണ്.